ഇന്ന് നവരാത്രി 4-ാം ദിവസം ദേവി കൂഷ്മാണ്ഡ. അവർക്ക് സമ്പത്ത്, ശക്തി, മെച്ചപ്പെട്ട ആരോഗ്യം. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നവരാത്രി 4-ാം ദിവസമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ ദേവി, ഇന്നത്തെ നിറം, പിന്നെ ഇന്ന് നമ്മൾ ഏത് അമ്പലത്തിലാണ് പോകുന്നതെന്ന്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ഇതാ അമ്പലത്തിൽ പോകാൻ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് അമ്പലത്തിൽ ചെന്ന് കാണാം കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് എടപ്പള്ളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ്. കണ്ടില്ലേ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത 7:30 വരെ നമുക്കിവിടെ ദർശന സമയം ഉള്ളൂ. പോയി നോക്കാം. ഗണപതി ഭഗവാനെ കണ്ട് സകല വിഘ്നങ്ങളും മാറ്റി എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ വീടെത്തുമ്പോഴേക്കും നിങ്ങൾ കൂഷ്മാണ്ഡ ദേവിയുടെ ശ്ലോകം ഒന്ന് കേൾക്കൂ. സുരാസമ്പൂർണ കലശം രുധിരാപ്ലുതമേവ ച ദധാന ഹസ്തപത്മാഭ്യാം കൂഷ്മാണ്ഡ ശുഭദാസ്തു മേ. ഹായ് ഗൈസ്, ഞാനിത് അമ്പലത്തിൽ നിന്ന് വീട്ടിലെത്തി കഴിഞ്ഞു. അപ്പോൾ അധിക സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നവരാത്രി 4-ാം ദിവസം നമ്മൾ ആരാധിക്കുന്ന ദേവിയാണ് ദേവി കൂഷ്മാണ്ഡ. ഇതിന് മുൻപത്തെ ദിവസങ്ങളിൽ നമ്മൾ 3 വിവിധ രൂപങ്ങളെക്കുറിച്ച് പഠിച്ചു. 1-ാം ദിവസം ശൈലപുത്രി ദേവി, അത് പുത്രീഭാവമായിരുന്നു. 2-ാം ദിവസം ബ്രഹ്മചാരിണി ദേവി, അത് ഒരു യുവതിയായാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ശിവനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി ഉഗ്രതപസ് അനുഷ്ഠിക്കുന്ന ദേവിയാണ് ബ്രഹ്മചാരിണി ദേവി. 3-ാം ദിവസത്തെ ദുർഗാദേവിയുടെ രൂപമായിരുന്നു ചന്ദ്രഘണ്ഠാദേവി. അത് ശിവനെ ഭർത്താവായി ലഭിച്ചതിന് ശേഷമുള്ള പാർവതി രൂപമാണ്. ചന്ദ്രകല ശിരസിലണിഞ്ഞ പാർവതി രൂപമാണ് ചന്ദ്രഘണ്ഠാദേവി. ഇന്ന് 4-ാം ദിവസം നമ്മൾ കാണാൻ പോകുന്നത് ശിവപത്നിയായി മാറി സർവപ്രപഞ്ചത്തെയും തൻ്റെ ഗർഭാശയത്തിൽ പേറുന്ന അമ്മ സ്വരൂപിണിയായ കൂഷ്മാണ്ഡ ദേവിയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കു എന്നാൽ കുറച്ച്, ഉഷ്മം എന്നാൽ ഊർജം, അണ്ഡം എന്നാൽ മുട്ട അല്ലെങ്കിൽ വിത്ത് അല്ലെങ്കിൽ ബീജം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ സകല ചരാചരങ്ങളെയും ഒരു ചെറിയ ബീജമായി തൻ്റെ ഉള്ളിൽ പേറി തൻ്റെ ഊർജം കൊടുത്ത് അതിനെ വളർത്തി പരിപാലിച്ചു കൊണ്ടുവരുന്ന ഒരു അമ്മയുടെ ഭാവമാണ് ഇന്ന് ദുർഗാദേവിക്ക്. അതാണ് നമ്മുടെ കൂഷ്മാണ്ഡ ദേവി. ദേവി സൂര്യനുള്ളിൽ വസിക്കുന്നുവെന്നും തൻ്റെ ഊർജം കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം. കൂഷ്മാണ്ഡ ദേവിയുടെ ദിവ്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് ഓറഞ്ച്. അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ ഓറഞ്ച് ധരിച്ചാൽ സന്തോഷം, പോസിറ്റിവിറ്റി, ആത്മീയ വളർച്ച, ചൈതന്യം ഇവയൊക്കെ നമുക്ക് ലഭിക്കും എന്നാണ് സങ്കല്പം. ഇതുകൂടാതെ ഓറഞ്ച് നിറം ഊവിൽ തുടങ്ങുന്ന 3 കാര്യങ്ങളെയും കൂടെ കാണിക്കുന്നുണ്ട്. അതാണ് ഊർജം, ഊഷ്മളത, ഉത്സാഹം. ഇന്നത്തെ ദിവസം ഓറഞ്ച് നിറം ധരിച്ചാൽ ഈ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ ഇവയെ റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് സങ്കല്പിക്കുന്നത്. ഇന്നത്തെ ദിവസം ദേവി കൂഷ്മാണ്ഡയെ ആരാധിക്കുന്ന ഭക്തർക്ക് സമ്പത്ത്, ശക്തി, മെച്ചപ്പെട്ട ആരോഗ്യം, അതായത് രോഗശാന്തി ഇവയെല്ലാം ലഭിക്കുമെന്നാണ് സങ്കല്പം. ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അറിയാത്ത കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നാളെ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.